നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ തെരുവുനായ ആക്രമണം, 21 പേർക്ക് കടിയേറ്റു. റാന്നിയിൽ ചികിത്സയിലിരുന്ന കുട്ടി മരിച്ചതിൽ വ്യാപക പ്രതിഷേധം. മാർത്തോമ ആശുപത്രിയിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ചിൽ സംഘർഷം. തൃശൂർ പാലപ്പള്ളിയിൽ വീണ്ടും കാട്ടാനാക്രമണം. ടാപ്പിംഗ് തൊഴിലാളിക്ക് പരുക്ക്. അതിരപ്പള്ളിയിൽ കാട്ടാന ചരിഞ്ഞു. വിളവെടുപ്പ് തുടങ്ങിയതോടെ കുരുമുളക് വില ഇടിഞ്ഞു. ഒരാഴ്ചക്കിടെ കുറഞ്ഞത് 35 രൂപ. വിശദമായ വാർത്തകൾ നോക്കാം. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാന ചരിഞ്ഞു. വെറ്റിലപ്പാറ 10ാം ബ്ലോക്കിലാണ് 2 ദിവസം പഴക്കമുള്ള പിടിയാനയുടെ ജഡം കണ്ടെത്തിയത്. അതേസമയം ശല്യം രൂക്ഷമായ പാലപ്പള്ളി മേഖലയിൽ നിന്നും ടാപ്പിംഗ് തൊഴിലാളിക്ക് നേരെ ആക്രമണവുമുണ്ടായി. ഇന്ന് രാവിലെ അതിരപ്പള്ളി വെറ്റിലപ്പാറ പ്ലാന്റേഷൻ മേഖലയിൽ 10ാം ബ്ലോക്കിലാണ് കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. തൊഴിലാളികളാണ് വിവരം വനംവകുപ്പിനെ അറിയിച്ചത്. ജഡത്തിന് 2 ദിവസം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഏകദേശം 45 വയസ്സുള്ള പിടിയാനയുടേതാണ് ജഡം. ആന ചരിയാനിടയാക്കിയ സാഹചര്യം എന്താണെന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. കാട്ടാന ശല്യം രൂക്ഷമായ പാലപ്പള്ളി മേഖലയിൽ ഇന്നും ടാപ്പിംഗ് തൊഴിലാളിക്ക് നേരെ ആക്രമണമുണ്ടായി. രാവിലെ 7 മണിയോടെ തോട്ടത്തിൽ ജോലിക്കിറങ്ങിയ കുണ്ടായി സ്വദേശി ഭാസ്കറിനാണ് പരിക്കേറ്റത്. ആന വരുന്നത് കണ്ടില്ല, പുഴന്ന് തട്ടി വീണു, തുമ്പി കഴിച്ച് പുറത്തടിച്ചു. അപ്പം വീണു, ഒരു മരം വീണിരുന്നു. അതിൻ്റെ അടുത്ത് വീണ് കൊണ്ടതിൻ്റെ അടിയിലേക്ക് ഇറങ്ങി നീങ്ങിയ ആന ചവിട്ടുന്ന കുട്ടി നോക്കിയിട്ടുണ്ട്. ആനരെ കൊണ്ടുപോകുന്നത് മരക്കന്മാരായിട്ടുണ്ട്. അത് കാരണം കൊണ്ട് എത്തിക്ക് രക്ഷപ്പെട്ടു. ആനയുടെ സാന്നിധ്യം മനസ്സിലാക്കാതെ ജോലി തുടരുകയായിരുന്ന ഭാസ്കരനെ തുമ്പിക്കൈ കൊണ്ട് ആന അടിച്ചു വീഴ്ത്തി. കുത്താൻ ശ്രമിച്ചെങ്കിലും ഭാസ്കരൻ ഒഴിഞ്ഞുമാറി. ഈ സമയം അവിടെ ടാപ്പിങ്ങിനുണ്ടായിരുന്ന മറ്റു തൊഴിലാളികളാണ് ആനയെ വിരട്ടി ഓടിച്ചത്. കൈക്കും കാലിനും പരിക്കേറ്റ ഭാസ്കരനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. ന്യൂസ് 18 തൃശൂർ. മലപ്പുറം കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 21 പേർക്ക് കടിയേറ്റു. 10 പുരുഷന്മാർക്കും 8 സ്ത്രീകൾക്കും 3 കുട്ടികൾക്കുമാണ് കടിയേറ്റത്. കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ കാവപുര, തോട്ടായി, നെച്ചിക്കുണ്ട്, മയ്യേരിച്ചിറ എന്നിവിടങ്ങളിലാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. കാലിനും കൈക്കും മുഖത്തും മുറിവേറ്റവരെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണം നടത്തിയ തെരുവുനായയെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത്, മൃഗാശുപത്രി, പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പരാതി നൽകി. വേനലിന്റെ തുടക്കത്തിൽ തന്നെ വരൾച്ചാ ഭീഷണിയിലാണ് ജലാശയങ്ങൾ. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് താഴ്ന്നതോടെ ചെറുകിട ജലസേചന പദ്ധതികൾ അവതാളത്തിലാവുകയാണ്. ഉമ്മത്തൂരിലെ ആനക്കര ചെറുകിട ജലസേചന പദ്ധതിയിൽ നിന്നുള്ള പമ്പിംഗ് നിർത്തിവെച്ചു. ഇതോടുകൂടി പ്രദേശത്തെ കാർഷിക മേഖലയും പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തോടെയായിരുന്നു ഭാരതപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതെങ്കിൽ ഇത്തവണ ജനുവരി ആദ്യ വാരത്തിൽ തന്നെ പുഴ വറ്റിവരണ്ട സ്ഥിതിയാണ്. ജലനിരപ്പ് താഴ്ന്നതോടെ ഉമ്മത്തൂരിലെ ചെറുകിട ജലസേചന പദ്ധതിയിൽ നിന്നുള്ള പമ്പിംഗ് നിർത്തിവെക്കേണ്ട അവസ്ഥയാണ്. 2 വർഷം മുൻപ് മണൽച്ചാക്കുകൾ കൊണ്ട് താൽക്കാലിക തടയണ നിർമ്മിച്ചാണ് പമ്പിംഗ് ഭാഗത്തേക്ക് ചാല് കീറിയ ശേഷം കനാലിലേക്ക് വെള്ളമടിച്ചിരുന്നത്. ഉമ്മത്തൂർ മുതൽ കാങ്കപ്പുഴ കടവ് വരെയുള്ള 2 കിലോമീറ്റർ കനാലിലൂടെ വരുന്ന വെള്ളത്തെ ആശ്രയിച്ച് കൃഷിയിറക്കിയവർ ഇത്തവണ പുഞ്ചകൃഷിക്ക് പുറമെ പച്ചക്കറി കൃഷിയും പാടെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. 30 ഹെക്ടറിലായിരുന്നു ഈ മേഖലയിലെ കർഷകർ പുഞ്ചകൃഷി ഇറക്കിയത്. കാർഷിക ആവശ്യത്തിനായി പുഴയോരങ്ങളിലെ കർഷകർ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തു വരാറുണ്ടായിരുന്നു. എന്നാൽ പുഴയിലെ നടുഭാഗത്തായി ആഴമുള്ള കുറച്ചു ഭാഗങ്ങളിൽ മാത്രം വെള്ളമുള്ളതിനാൽ ഇതേറെ പ്രയാസം സൃഷ്ടിച്ചുവെന്നും കർഷകർ പറഞ്ഞു. വേനൽ കടുക്കും മുമ്പ് തന്നെ ജലനിരപ്പ് താഴ്ന്ന പല ഭാഗങ്ങളിലും കുടിവെള്ളക്ഷാമവും രൂക്ഷമാകുന്നുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. വിളവെടുപ്പ് സീസൺ ആരംഭിച്ചതോടെ കുരുമുളക് വില ഗണ്യമായി ഇടിഞ്ഞു. ഒരാഴ്ചക്കിടയിൽ മാത്രം കിലോയ്ക്ക് 35 രൂപയിലധികമാണ് വില കുറഞ്ഞത്. ഗുണമേന്മ കുറഞ്ഞ കുരുമുളക് കേരളത്തിലെ കുരുമുളകുമായി കൂട്ടിക്കലർത്തി വിപണിയിലെത്തിക്കുന്നതാണ് വിലയിടിവിന് കാരണമെന്നാണ് ആക്ഷേപം.
നിലവിൽ 1 കിലോഗ്രാം കുരുമുളകിന് പ്രാദേശിക വിപണിയിൽ വില ലഭിക്കുന്നത് 556 രൂപ വരെയാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് 650-ന് മുകളിലായിരുന്നു വില. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 35 രൂപയിലധികം കുറഞ്ഞു. ഇടുക്കിയിൽ ഉൾപ്പെടെ പ്രധാന കുരുമുളക് ഉൽപ്പാദന മേഖലകളിൽ കുരുമുളക് സീസൺ ആരംഭിച്ചപ്പോഴാണ് വില ഗണ്യമായി ഇടിഞ്ഞത്. മറ്റ് കുരുമുളക് ഉൽപ്പാദക രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവ കേരളത്തിലെ കുരുമുളകുമായി കൂട്ടിക്കലർത്തുന്നതാണ് വിലയിടിവിന് കാരണമെന്നാണ് കർഷക സംഘടനകളുടെ ആരോപണം. ലോക മാർക്കറ്റിൽ കുരുമുളകിന്റെ ലഭ്യത പറഞ്ഞാണ് ഇപ്പോൾ കേരളത്തിലെ കുരുമുളകിന് വിലയിടിക്കുവാൻ ഉള്ള ശ്രമം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്രസീൽ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുരുമുളക് ഇന്ത്യയിലെത്തിച്ച് കേരളത്തിലെ ഗുണമേന്മ കൂടിയ കുരുമുളകുമായി കൂട്ടിക്കലർത്തി ഇന്ത്യൻ കുരുമുളകിന്റെ വിലയിടിക്കുകയും അതുവഴി ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തന്നെ തകർക്കുകയുമാണ് ഒരു കൂട്ടർ ചെയ്യുന്നത്. വിളവെടുപ്പിന് 800 മുതൽ 880 രൂപ വരെയാണ് കൂലി. നിലവിലെ വിലയുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് കൂലി പോലും നൽകാനാവാത്ത സാഹചര്യമാണുള്ളത്. കാലാവസ്ഥാ വ്യതിയാനവും വിവിധ രോഗങ്ങളും ഇത്തവണത്തെ വിളവിലും ഗണ്യമായ കുറവ് വരുത്തിയിരുന്നു. കുരുമുളക് കൂടുതലായി വിപണിയിലേക്ക് എത്തുന്ന ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ വില വീണ്ടും ഇടിയുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ന്യൂസ് 18 ഇടുക്കി. പത്തനംതിട്ട റാന്നിയിൽ ചികിത്സയിലിരുന്ന കുട്ടി മരിച്ചതിൽ ആശുപത്രിക്ക് നേരെ പ്രതിഷേധം. റാന്നി മാർത്തോമ ആശുപത്രിയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രകടമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് അകത്ത് കടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. മരിച്ച ആരോൺ വി വർഗീസിന് പഠിച്ചിരുന്ന പ്ലാങ്കമൺ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളും ഇന്ന് ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധിച്ചു. വയനാട് മീനങ്ങാടി പാതിരിപ്പാലത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് അപകടത്തിൽപ്പെട്ട യുവാവ് മരിച്ചു. കൊളക്കപ്പാറ സ്വദേശി കുഴലിപ്പറമ്പിൽ വർഗീസിന്റെ മകൻ തോംസൺ വിക്കിയാണ് മരിച്ചത്. ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ ഭിത്തിയിൽ ഇടിക്കുകയായിരുന്നു. കൂടെ യാത്ര ചെയ്തിരുന്ന അഭിഷേക് നിസാര പരിക്കുകളോടുകൂടി ചികിത്സയിലാണ്. കാസർകോട് ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ പുതിയാമ്പറമ്പൻ തെയ്യം കൊട്ടിയാടി. പാട്ടുത്സവം കഴിഞ്ഞ 3-ാം നാളാണ് ഭീമൻ ചൂട്ടുകളുടെ അകമ്പടിയോടുകൂടി പുതിയാറമ്പൻ തെയ്യം ഭക്തർക്ക് മുൻപിലെത്തുന്നത്. രണ്ടാൾ പൊക്കത്തിൽ കൂറ്റൻ ചൂട്ടുകൾ, അണമുറിയാത്ത ബാല്യക്കാരുടെ ആർപ്പുവിളികൾക്കൊപ്പം കലശത്തെ എതിരേറ്റ് പുതിയാറമ്പൻ തെയ്യം. ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന് സമാപനമായാണ് ധീരയോദ്ധാവായ പുതിയാറമ്പനെ കെട്ടിയാടുന്നത്. അർദ്ധരാത്രിയോടെ പുറപ്പെടുന്ന തെയ്യം ക്ഷേത്രത്തിന് സമീപത്തെ വലിയ വീട് തറവാട്ടിൽ എത്തിച്ചേരും. അപ്പോഴേക്കും പൂക്കൾ കൊണ്ട് ചമയിച്ച കലശമെടുക്കാനുള്ള ഒരുക്കങ്ങളും തറവാട്ടിൽ തയ്യാറായിട്ടുണ്ടാകും. തെയ്യം വരുന്നതോടെ 50ഓളം വരുന്ന ബാല്യക്കാർ ചുമന്നെടുക്കുന്ന ഭീമൻ ചൂട്ടുകൾ കത്തിച്ചു തുടങ്ങും. ഉദിനൂർ ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ബാല്യക്കാർ തെയ്യത്തിന് കത്തിച്ചു പിടിക്കാനുള്ള ഭീമൻ ചൂട്ടുകൾ കെട്ടിയൊരുക്കി വരുന്നത്. വലിയ വീട്ടിൽ നിന്നുള്ള കലശവും പുതിയാറമ്പൻ തെയ്യത്തെയും ക്ഷേത്രത്തിലേക്ക് ആനയിക്കാനാണ് ഭീമൻ ചൂട്ടുകളുടെ അകമ്പടി. രേരമംഗലത്ത് നിന്നും യോദ്ധാവായ പുതിയപറമ്പൻ വന്ന് ക്ഷേത്രപാലകനോട് യുദ്ധം ചെയ്ത് തോറ്റുവെന്നും തുടർന്ന് കോട്ടയിലെ ജാതിമരത്തിൽ കെട്ടിയിടുകയും കാളരാത്രി അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം കൊല്ലാതെ മോചിപ്പിക്കുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. പിന്നീട് തിരിച്ചുപോകാതിരുന്ന പുതിയപറമ്പനെ ക്ഷേത്രപാലകർ തന്റെ പ്രധാനിയായി വാഴിച്ചു. കലശവും ആനയിച്ച് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ എത്തുന്നതോടെ തെയ്യം മുടിയടിക്കും. ന്യൂസ് 18 തൃക്കരിപ്പൂർ. കാർഷിക കേരളം. കാർഷിക വൃത്തിക്കായി ജീവിതം മാറ്റിവെച്ച കോഴിക്കോട് എളേറ്റിൽ സ്വദേശി മുഹമ്മദിന്റെ വീട്ടുവളപ്പിൽ ഇപ്പോൾ മധുരനാരങ്ങയുടെ വിളവെടുപ്പാണ്. വർഷങ്ങളായി ഇവിടെ മധുരനാരങ്ങ വിളയുന്നുണ്ടെങ്കിലും ഇത്തവണ മരം നിറയെ നാരങ്ങയാണ്. വിവിധ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും വിളയിക്കുന്ന മുഹമ്മദ് തേനീച്ച വളർത്തലിനും സമയം കണ്ടെത്തുന്നുണ്ട്. ജീവിതം കൃഷിക്കായി മാറ്റിവെച്ചയാളാണ് കിഴക്കോത്ത് എളേറ്റിൽ വട്ടോളി മാളിയേക്കൽ മുഹമ്മദ്. വയനാട്ടിൽ 2 ഏക്കറിൽ കാപ്പിക്കൃഷി ചെയ്യുന്ന മുഹമ്മദിന്റെ വീട്ടുവളപ്പിൽ
വിവിധയിനം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമെല്ലാം വളരുന്നുണ്ട്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു നാരങ്ങാമരമാണ് ഇതിൽ പ്രധാനം. വർഷങ്ങളായി ഈ മരത്തിൽ നിന്ന് മധുര നാരങ്ങ ലഭിക്കുന്നു. ഈ വർഷം മരം നിറയെ നാരങ്ങയാണ്. നാരങ്ങയുടെ മധുരം തേടി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഇത് വർഷങ്ങളോളായിട്ടുള്ള ഒരു മരമാണ് എൻ്റെ വീട്ടിൽ. ഞാനൊക്കെ ചെറിയ കാലത്തുള്ളതായിരുന്നു. പക്ഷേ വ്യാപകമായിട്ട് കായ ഉണ്ടായാൽ കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലവുമാണ്. ഇതിപ്പം നല്ല മധുരമുള്ള നല്ല ഈ ഒരു ജാതി കൊടക്ക് നാരങ്ങാണെനിക്ക് തോന്നുന്നത്. ഇങ്ങനെ നല്ലോണം പഴുത്ത് വരും. കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലവുമാണ് കൂടുതൽ കഴിഞ്ഞത്. മറ്റെല്ലാ കൊല്ലവും 4, 5, 10 കായ ഉണ്ടാകുമായിരുന്നു. അത് വീണ്ടും നേരം നമ്മൾ എടുക്കലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലവും നല്ല മേനി ഉണ്ടായിട്ടുണ്ട്. തേനീച്ച വളർത്തലും മുഹമ്മദ് ചെയ്യുന്നു. വീട്ടുവളപ്പിൽ നിരവധി പെട്ടികളിൽ തേനീച്ചയെ വളർത്തുന്നുണ്ട്. കൂടാതെ വീടിന് ചുറ്റും ചെറു തേനീച്ചകളും. ഞാൻ ഈ തേനീച്ചേൻ്റെ കൃഷി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 കൊല്ലത്തോളമായി. അപ്പം രാവിലെ മിക്കവാറും ദിവസങ്ങളിലും ഓരോ വീട്ടിൽ ഈ തേനീച്ച വന്ന് കൂടിയിട്ടും വീട്ടിൻ്റെ ഉള്ളിൽ കൂടി അല്ലെങ്കിൽ പോക്കലിൽ കൂടി അല്ലെങ്കിൽ വീട്ടിൻ്റെ അളിമാറിയിൽ കൂടി എന്ന് പറഞ്ഞ് രാവിലെ ആരെങ്കിലും വിളിക്കും. അത് പോയിട്ട് പിടിച്ച് പെട്ടിയിലാക്കിയിട്ട് രാത്രി എടുത്ത് വീട്ടിൽ കൊണ്ടുവെക്കും. അങ്ങനത്തെ ഒരു 10-40 പെട്ടി എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ. പിന്നെ ഇത് സീസൺ ആകുമ്പോൾ, അതായത് റബ്ബറിൻ്റെ ഇല തൊയ്യുന്ന സമയമായി കഴിഞ്ഞാൽ ജനുവരി ലാസ്റ്റോടുകൂടി എസ്റ്റേറ്റിലേക്ക് മാറ്റും. എസ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ കൂടുതൽ തേൻ കിട്ടുന്നത്. ജാതി, ബട്ടർ, റംബൂട്ടാൻ തുടങ്ങിയവയെല്ലാം മുഹമ്മദിന്റെ വീട്ടുവളപ്പിലുണ്ട്. വീടിനുള്ളിലേക്ക് കയറിയാൽ അവിടെ പുരാവസ്തുക്കളുടെ ശേഖരമാണ്. 2 മുറികൾ നിറയെ പുതുതലമുറയ്ക്ക് അന്യമായ കാഴ്ചകളാണ്. സ്കൂളുകളിലും മറ്റും ഇവ പ്രദർശിപ്പിക്കാനായി മുഹമ്മദിനെ തേടി ആളുകൾ എത്തുന്നു. 2 ക്ലാസ് റൂം ഒന്നിച്ചുള്ള കിട്ടിയാൽ എനിക്ക് ഇതിൻ്റെ സാധനങ്ങൾ ഫുള്ളായിട്ട് വെക്കണം. ഇവിടെയൊക്കെ പെട്ടിയിൽ നിറച്ച് വെച്ചാൽ പെട്ടി കെട്ടാക്കി വെച്ചാണ്. പിന്നെ 2 ക്ലാസ് പഴയ മഞ്ചൽ രോഗികളെ എടുത്തുകൊണ്ട് പോകാൻ, അതുപോലത്തെ 2 എണ്ണം ഉണ്ട്. ആനയുടെ തോട്ടി, കൊടാണി, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ. ഇവിടെയും ഒതുങ്ങുന്നില്ല മുഹമ്മദിന്റെ പ്രവർത്തനങ്ങൾ. റെഡ് ക്രോസിൽ അംഗമായ മുഹമ്മദ് ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനും സേവന പ്രവർത്തനങ്ങൾക്കും ഓടിയെത്താറുണ്ട്. ന്യൂസ് 18 താമരശ്ശേരി. എറണാകുളം കീരമ്പാറയിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മില്ലറ്റ് കൃഷിക്ക് തുടക്കം കുറിച്ചു. ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നിർവഹിച്ചു. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെറുധാന്യ കൃഷി നടത്തുന്നത്. ജില്ലയിൽ മില്ലറ്റ് കൃഷി വ്യാപകമാക്കാൻ ഒരുക്കം തുടങ്ങിയിട്ടുണ്ട്. ഉദ്ഘാടനം കീരമ്പാറയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ചെറുധാന്യങ്ങൾ വിതച്ചുകൊണ്ട് നിർവഹിച്ചു. കീരമ്പാറയിലെ പെരിയാർ വനിതാ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷിഭവന്റെ സഹകരണത്തോടെ ഒലിയപ്പുറം ആന്റണി കുര്യാക്കോസിന്റെ 2 ഏക്കർ സ്ഥലത്താണ് ചാമ, റാഗി, മണിച്ചോളം എന്നീ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്തത്. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വ്യാപകമായി മില്ലറ്റ് കൃഷി ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ജില്ലാതല വിത്തിടൽ ചടങ്ങാണ് ഇന്ന് ഇവിടെ നടന്നത്. ഇവിടെ തന്നെ നമ്മൾ 2 ഏക്കറോളം സ്ഥലത്ത് ഈ കൃഷി ആരംഭിക്കുകയാണ്. ജില്ലയുടെ വിവിധങ്ങളായിട്ടുള്ള എല്ലാ പഞ്ചായത്തുകളുടെ വിവിധ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമ്മൾ ഈ കൃഷി വ്യാപകമാക്കി മാറ്റിക്കൊണ്ട് ഈ ചെറുധാന്യ ശേഖരങ്ങൾ വലിയ തോതിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള വലിയ സംരംഭങ്ങൾ നമ്മൾ ആരംഭിക്കുമ്പോൾ അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും കൃഷി വകുപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുകയാണ്. സ്വാഭാവികമായും മില്ലറ്റിലേക്ക് ആളുകൾ മാറുന്നൊരു കാലഘട്ടത്തിൽ അതിനനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ദൗത്യം. അപ്പോൾ നമ്മൾ മില്ലറ്റ് ഫസ്റ്റ് ജില്ലാ പഞ്ചായത്ത് നടത്തിയപ്പോൾ നല്ല പ്രതികരണമാണ് ഉണ്ടായത്. ഒരു കാലത്ത് മുഖ്യ ആഹാരമായിരുന്ന പോഷക ഗുണമുള്ള ചെറുധാന്യങ്ങൾ തിരികെ കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ടാനി തോമസ് പറഞ്ഞു. ചെറുധാന്യങ്ങളുടെ പ്രസക്തി വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നാമതായിട്ട് അതിന് കാലാവസ്ഥാ വ്യതിയാനങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീനും ധാരാളം മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയ ഒരു ഭക്ഷണ പദാർത്ഥമാണ് മില്ലറ്റ്. ഒരു കാലത്ത് നമ്മുടെ തീന്മേശകളിൽ സുലഭമായിരുന്ന ഇത് കുറച്ചു കാലം മുമ്പ് അപ്രത്യക്ഷമായി. അപ്പോൾ അവയെ തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൃഷി വകുപ്പ് ജില്ലാ പഞ്ചായത്തുമായിട്ട് സഹകരിച്ച് ഇങ്ങനെയൊരു പദ്ധതി ഏറ്റെടുക്കുന്നത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ചെറുധാന്യ കൃഷിക്ക് വൻ പ്രചാരണം നൽകാനാണ് പെരിയാർ വനിതാ കർഷക കൂട്ടായ്മ തയ്യാറെടുക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് പറയുന്നു. പെരിയാർ വനിതാ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ കൃഷി ഇവിടെ ആരംഭിക്കുന്നത്. 3 വർഷം മുൻപെയാണ് ഈ ഒരു വനിതാ കർഷക സംഘം ഈ ഒരു മേഖലയിൽ കൃഷി ആരംഭിച്ചത്. അന്നു മുതൽ വളരെ വിജയകരമായിട്ട് പച്ചക്കറി ഉൾപ്പെടെ ഓരോ സമയത്തും തന്നാണ്ട് വിളകൾ ഉൾപ്പെടെ വളരെ വിജയകരമായി കൃഷി ചെയ്യുന്ന ഒരു വനിതാ സംഘമായതുകൊണ്ട് തന്നെ ഈ കൃഷി നമ്മളുടെ ഇപ്പോൾ പറയുന്ന ഈ ചെറുധാന്യത്തിൻ്റെ കൃഷി അത് വളരെ വിജയകരമായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും എന്നൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. കാരണം പണ്ട് കാലത്ത് വളരെ സുലഭമായിട്ട് ആയിരുന്ന കൃഷിയാണ്. ഇവരുടെയൊക്കെ വീടുകളിൽ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് ഇവരൊക്കെ ഇത് കണ്ട് പരിചയിച്ചിട്ടുള്ള കൃഷിയാണ്. ന്യൂസ് 18 കോതമംഗലം. നെല്ല് കൊയ്തെടുക്കാൻ തൊഴിലാളികളെ കിട്ടിയില്ല.
സഹപ്രവർത്തകയ്ക്ക് വേണ്ടി വയലിലേക്ക് ഇറങ്ങി ഹരിതകർമ്മ സേനാംഗങ്ങൾ. കാസർഗോഡ് തൃക്കരിപ്പൂർ കോയോങ്കരയിലാണ് ഹരിതകർമ്മ സേനയുടെ ശ്രദ്ധേയ പ്രവർത്തനം. തൃക്കരിപ്പൂർ കോയോങ്കരയിലെ എം ദിവ്യയ്ക്ക് വേണ്ടിയാണ് ഇവർ ഒന്നായി വയലിലേക്കിറങ്ങിയത്. വിളവെടുക്കാൻ പാകമായ നെൽക്കതിരുകൾ കൊയ്തെടുക്കാൻ തൊഴിലാളികളെ കിട്ടാതായതോടെ ഇവ നശിച്ചു തുടങ്ങിയിരുന്നു. ജോലിക്കിടെ ഹരിതകർമ്മ സേനാംഗമായ ദിവ്യ സഹപ്രവർത്തകരോട് സങ്കടം പങ്കുവച്ചു. ദിവ്യയുടെ സങ്കടം സ്വന്തം സങ്കടമായി കണ്ട് എല്ലാവരും വയലിലേക്കിറങ്ങുകയായിരുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 42 ഹരിതകർമ്മ സേനാംഗങ്ങളും ഒരേ മനസ്സോടെ കൊയ്യാനിറങ്ങിയപ്പോൾ 2 ദിവസം കൊണ്ട് വിളവെടുപ്പ് പൂർത്തിയായി. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ അമ്മയുണ്ടെങ്കിൽ എനിക്ക് ഇത്ര വിഷമം ഉണ്ടാവത്തില്ല, വീട്ടിലേക്ക് തന്നെ ചെന്നിട്ട് വിളിച്ചിട്ട് വരുമായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇവര് ഒരു തമാശ രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. ഇവരെന്നോട് പറഞ്ഞു നമ്മ എല്ലാവർക്കും സമ്മതമാണ്, നമ്മ വരണം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നൂരാനാവോന്നില്ല, ആ ഒരു രീതിയിൽ പറഞ്ഞു. നമ്മ തയ്യാറാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവരെല്ലാവരും പറഞ്ഞ് സാറോടെല്ലാം തീരുമാനിച്ച് അങ്ങനെ വന്നതാണ്. 42 ഹരിതകർമ്മ സേനാ അംഗങ്ങളും ഒറ്റക്കെട്ടായിട്ട് നമുക്കത് മൂർന്നു കൊടുക്കാന്നുള്ള തീരുമാനത്തിലെത്തി. ഈ വയലിൽ നമ്മൾ മൂരാൻ വന്നതെന്ന് വെച്ചാൽ വെറും ഒരു സേവനം എന്നുള്ളത്, നമ്മളെ കൂടെയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സേവനം, അതായത് 42 പേരും കൂടി ചെയ്യുന്ന ഒരു സേവനം, അത്രമാത്രമേ നമ്മൾ ഇതിനെ കണക്കാക്കിയിട്ടുള്ളൂ. മുടങ്ങാതെ നെൽകൃഷി ചെയ്തു വന്നിരുന്ന പരമ്പരാഗത കർഷക കുടുംബാംഗമായ ദിവ്യയ്ക്ക് ആദ്യമായാണ് ഇങ്ങനെയൊരു അനുഭവമുണ്ടായത്. നെൽകൃഷി തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച സമയത്താണ് പ്രതീക്ഷ പകർന്ന് സഹപ്രവർത്തകരുടെ ഇടപെടലുണ്ടായത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK ബാബയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും വയലിലേക്കിറങ്ങി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 തൃക്കരിപ്പൂർ. സുമാനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബ വഴക്കിനെ തുടർന്ന് തലയോട്ടി തകർന്ന ചികിത്സയിലായ താനൂർ സ്വദേശിനി മുത്തംപറമ്പിൽ രേഷ്മ. ഈ 28-കാരുടെ ചികിത്സയ്ക്കായി അടിയന്തരമായി 30 ലക്ഷം രൂപയിലധികം കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനായി നെട്ടോട്ടമോടുകയാണ് കുടുംബവും നാട്ടുകാരും. 2023 ഡിസംബർ 18-നാണ് രേഷ്മയുടെ ഭർത്താവ് പ്രദീപ് രേഷ്മയെയും അച്ഛൻ വേണുവിനെയും അമ്മ ജയയെയും ഇരുമ്പുവടി കൊണ്ട് ആക്രമിച്ചത്. അമ്മ ജയ ചികിത്സയിലിരിക്കെ മരിച്ചു. വേണു പക്ഷാഘാതം വന്ന് ചികിത്സയിലാണ്. രേഷ്മയുടെ തലയോട്ടി തകർന്ന് ഗുരുതരാവസ്ഥയിലും. രേഷ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇതുവരെ ഏകദേശം 15 ലക്ഷം രൂപയായിട്ടുണ്ട്. ഇതിൽ 4.5 ലക്ഷം രൂപ മാത്രമാണ് ആശുപത്രിയിൽ അടയ്ക്കാൻ സാധിച്ചത്. ഏക സഹോദരനായ രഞ്ജിത്ത് വിദേശത്തു നിന്ന് വന്ന് ഭൂമി പണയപ്പെടുത്തിയും ബന്ധുക്കളുടെയും ചില വ്യക്തികളുടെയും സഹായത്തോടെയുമാണ് പണം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. രേഷ്മയ്ക്ക് തലയോട്ടി സ്ഥാപിക്കാനുള്ള ഓപ്പറേഷൻ പെട്ടെന്ന് നടത്തണം. ഓപ്പറേഷനും തുടർ ചികിത്സയ്ക്കും ഏകദേശം 20 ലക്ഷം രൂപ ചെലവ് വരും. നിലവിലുള്ള ചികിത്സാ ബാധ്യതയായ 10.5 ലക്ഷം രൂപ അടയ്ക്കാൻ സ്വകാര്യ ആശുപത്രിക്കാരും ആവശ്യപ്പെടുന്നുണ്ട്. പൊതുജനങ്ങൾ സഹായിക്കണമെന്നാണ് കുടുംബം അപേക്ഷിക്കുന്നത്. 15 ലക്ഷം രൂപയോളം ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഇവരുടെ ക്രിട്ടിക്കൽ സ്റ്റേജ് കാരണം മാറ്റാൻ കഴിയാത്തതുകൊണ്ട് ചെലവ് വരികയും അതിൽ 4.5 ലക്ഷം രൂപ മാത്രമാണ് ആശുപത്രിയിൽ അടയ്ക്കാൻ കഴിഞ്ഞത്. ബാക്കി വരുന്ന 10.5 ലക്ഷം രൂപ അടയ്ക്കാൻ വേണ്ടി ആശുപത്രി അധികൃതർ വളരെയധികം വരെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റു സർജറി, ഇതിൻ്റെ കൃത്രിമ തലയോട്ടിയും മറ്റു കാര്യങ്ങളും വെച്ച് സർജറി ചെയ്യണമെങ്കിൽ ആ സർജറിക്കും തുടർ ചികിത്സയ്ക്കുമായി ഏകദേശം 20 ലക്ഷം രൂപയോളം ചെലവ് വീണ്ടും വരും. സഹോദരനായ രഞ്ജിത്ത്, ബന്ധുവായ ദേവരാജൻ എന്നിവർക്കൊപ്പം താനാളൂർ സെഞ്ചുറി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കരുണയുള്ള മനസ്സുകൾ കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണിവർ. ന്യൂസ് 18 മലപ്പുറം. തൊടുപുഴയ്ക്ക് പിന്നാലെ ഇടുക്കിയിലെ തോട്ടം മേഖലയിലും വൈദ്യുതി വകുപ്പിന്റെ ഇരുട്ടടി. പാമ്പനാർ LMS പുതുവലിലെ കോളനിയിലെ കുടുംബങ്ങൾക്കാണ് KSEBയുടെ അമിത ബിൽ വന്നത്. ഭീമമായ ഈ തുകയടയ്ക്കാൻ നിവൃത്തിയില്ലാതെ കൂലിവേലക്കാരായ തോട്ടം തൊഴിലാളികൾ കുഴങ്ങുമ്പോൾ KSEB ഇവരെ കൈയൊഴുകുകയാണ്. പുതുവൽ കോളനിയിലെ 6 പേർക്കാണ് ജനുവരിയിൽ 29,000 രൂപ വരെ വൈദ്യുതി ബില്ല് കിട്ടിയത്. തുകയടയ്ക്കാൻ കഴിയാതെ വന്നതോടെ 6 പേരുടെയും വൈദ്യുതി കണക്ഷൻ KSEB വിച്ഛേദിച്ചു. 2022 ജനുവരി മുതലാണ് KSEBയുടെ ഇരട്ടടി പാമ്പനാർ LMS കോളനിയിലെ കുടുംബങ്ങൾക്ക് കിട്ടി തുടങ്ങിയത്. കൂലിപ്പണിക്കാരായ 27 കുടുംബങ്ങൾക്ക് 19,000 രൂപ മുതൽ 86,000 രൂപ വരെയാണ് അന്ന് വൈദ്യുതി ബില്ലുകൾ വന്നത്. അന്ന് ജനങ്ങൾ പ്രതിഷേധിച്ചതിന് പിന്നാലെ കളക്ടർ ഇടപെട്ട് പകുതി തുക അടച്ചാൽ മതിയെന്ന് തീരുമാനമെടുത്തു. എന്നാൽ KSEBയുടെ ഭീമമായ ബില്ല് വീണ്ടും വന്നതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് തോട്ടം തൊഴിലാളികളായ ഈ നിർധന കുടുംബങ്ങൾ. ഇത് പീരുമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ 2ാം വാർഡായ 86 SC കോളനി എന്ന സ്ഥലമാണ്. ഇന്നലെ ഞങ്ങൾക്ക് വീണ്ടും ഇവിടെ KSEBയുടെ ഒരു അധിക ബില്ല് വരികയും ഒരു 6ഓളം കുടുംബങ്ങളുടെ ഫീസ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇന്ന് ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനെതിരെ ഈ പ്രദേശത്തുള്ള ആളുകൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരും.
ഇതൊരു പട്ടികജാതി കോളനിയാണെന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന് അടിയന്തരമായി, കാരണം ഇത് ഞങ്ങളുടെ ആരുടെയും കയ്യിലുള്ള ഒരു തെറ്റല്ല, ഇത് വർഷങ്ങളായിട്ട് ഈ ഭാഗത്ത് റീഡിങ്ങിന് റീഡർ വരാതെയും അതിനെതിരെ ഒരു നടപടിയും ഉദ്യോഗതലത്തിൽ നടത്തിയിട്ടില്ല. അതിനുശേഷം ഈ മുൻകാലങ്ങളിൽ റീഡിംഗ് എടുത്തിട്ടുള്ള ആൾ മരണപ്പെട്ടതിന് ശേഷമാണ് പുതിയ റീഡർ വരുന്നത്. പുതിയ റീഡർ വന്നതിന് ശേഷമാണ് ഇത്രയും ഭീമമായ ഒരു തുക യൂണിറ്റ് ഞങ്ങൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത്. ആദ്യം ഭീമമായ ബില്ല് വന്നതിന് പിന്നാലെ നടത്തിയ അദാലത്തിൽ പകുതിയാക്കി കുറച്ച തുകയുടെ ബാക്കിയും 18% പലിശയും ഡിപ്പോസിറ്റ് തുകയും അടക്കമാണ് പുതിയ ബിൽ വന്നിരിക്കുന്നതെന്നാണ് KSEBയുടെ വിശദീകരണം. മുൻ മീറ്റർ റീഡറുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് കൂടിയ തുക ബിൽ വരാൻ കാരണമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അമിത ബില്ലിനെതിരെ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചവർക്ക് ബിൽ നൽകിയിട്ടുമില്ല. ന്യൂസ് 18 ഇടുക്കി. രോഗം മൂലം വായ്പാ തിരിച്ചടവ് മുടങ്ങി വീട് ജപ്തിയായതോടെ അന്തിയുറങ്ങാൻ ഇടമില്ലാതെ നിസ്സഹായരായി ഒരു കുടുംബം. കാസർകോട് പെരുതടി പട്ടികവർഗ കോളനിയിലെ PM രാജനും മകൾക്കുമാണ് കിടപ്പാടം നഷ്ടമായത്. സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ 2013 രാജൻ 10 സെന്റ് ഭൂമി പണയപ്പെടുത്തി 8 ലക്ഷം രൂപ വായ്പയെടുത്തത്. 3 വർഷത്തോളം ഗഡുക്കൾ കൃത്യമായി അടച്ചു. എന്നാൽ ഇതിനിടെ ഭാര്യ ലളിതയ്ക്ക് അർബുദം ബാധിച്ചു. ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയ തുക ചിലവായി. ഇതോടെ രാജന് ജോലിക്ക് പോകാൻ ആകാതെയായി. വരുമാനം നിലച്ചതോടെയാണ് വായ്പാ തിരിച്ചടവ് മുടങ്ങിയത്. നിലവിൽ 13,66,520 രൂപയാണ് കുടിശ്ശികയുള്ളത്. ഇതിനിടെ വീട് ജപ്തി ഭീഷണിയിലായി. ലീഗൽ സർവീസ് അതോറിറ്റി അധികൃതരുടെ ഇടപെടലിൽ തിരിച്ചടവിന് 1 വർഷം സാവകാശം കിട്ടിയെങ്കിലും ഹൃദ്രോഗിയായ രാജന് പണമടയ്ക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടെ 1 വർഷം മുൻപ് ഭാര്യ മരിച്ചു. കഴിഞ്ഞ 24-ന് ബാങ്ക് അധികൃതർ വീട് മുദ്രവെച്ചു. ഇതോടെ രാജനും 12ഉം 10ഉം വയസ്സുള്ള 2 മക്കളും പെരുവഴിയിലായി. രോഗിയായ തനിക്ക് അധ്വാനമേറിയ തൊഴിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്നും ബാങ്കിലെ കടം തീർക്കാൻ സർക്കാർ സഹായം തേടുകയാണ് രാജൻ. എൻ്റെ കുട്ടികളിപ്പം സ്കൂൾ എക്സാമാണ്, അത് കഴിഞ്ഞ് വരുമ്പം എവിടെ ഞാൻ താമസിപ്പിക്കുന്നുള്ള സ്ഥിതിയിലാണ്. ഇപ്പം വിഷമത്തിലാണ്. ഭാര്യയുടെ വേർപാട് തന്നെ എനിക്കൊരു ഒരുപാട് മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ കുട്ടികൾക്ക് ഒരു നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാനോ അവരുടെ കാര്യങ്ങൾ നോക്കാനോ ഇവിടെയും ഒരു അതിലില്ലാത്ത അവസ്ഥയായി. മാനുഷിക പരിഗണന നൽകി രാജന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യാനുള്ള നടപടികളിൽ നിന്ന് ബാങ്ക് അധികൃതർ പിന്മാറണമെന്ന് മറാഠി സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് പട്ടികവർഗ വകുപ്പിന്റെ നേതൃത്വത്തിൽ സഹായം ലഭ്യമാക്കണമെന്നും മറാഠി സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കാസർഗോഡ്. ഇടവേള. പണി കലാപ്രകടനങ്ങളുമായി സംസ്കൃതം കലോത്സവം സംഘടിപ്പിച്ചു. സംസ്കൃതം അക്കാദമിക്ക് കൌൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി നടന്നത്. പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിലായിരുന്നു കലോത്സവം. പട്ടാമ്പി മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ മത്സരങ്ങളും നടന്നിരുന്നു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കോതമംഗലം ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസിന് മുന്നിൽ സമരം. ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, ചികിത്സാ സഹായ ബോണസ്, റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ തുടങ്ങിയവയുടെ കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് INTUC റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചുമട്ടുതൊഴിലാളികൾ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് ശശി കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ മുട്ടക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. 2023-24 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം. ആദ്യഘട്ടത്തിൽ 300 പേർക്കാണ് മുട്ടക്കോഴികളെ നൽകിയത്. തെക്കുമുറി മുഖാശുപത്രിയിൽ ആയിരുന്നു ചടങ്ങ്. വാർഡ് സഭകൾ വഴി അപേക്ഷിച്ചവർക്കാണ് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ നൽകിയത്. പദ്ധതിയുടെ ഭാഗമായി 2ാം ഘട്ട മുട്ടക്കോഴി കുഞ്ഞു വിതരണവും നടക്കും. മൂന്നാറിൽ വൻ തുക മുടക്കി നിർമ്മിച്ച കുടിവെള്ള പദ്ധതി പാതി വഴിയിൽ നിലച്ചു. മൂന്നാർ ടൗണിന് സമീപം കന്നിമലയാറ്റിലാണ് നബാർഡ് ഫണ്ട് ഉപയോഗിച്ച ചെറുകിട ജലസേചന വകുപ്പ് ബണ്ടുകൾ സ്ഥാപിച്ചത്. ജലസേചന വകുപ്പ് 2019 മൂന്നാർ ടൗണിന് സമീപവും 1 കിലോമീറ്റർ മുകളിൽ മുതുവൻപാറ ഭാഗത്തും കന്നിമലയാറിന് കുറുകെ 2 തടയണകൾക്ക് തുടക്കമിട്ടത്. നിർമ്മാണം 2022 മാർച്ചിൽ പൂർത്തിയായി. ശുദ്ധജലക്ഷാമം രൂക്ഷമായ മൂന്നാർ ടൗൺ
കോളനി പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കാനായി ലക്ഷ്യമിട്ട പദ്ധതി പാതി വഴിയിൽ നിലച്ചതോടെ 6 കോടി ചെലവിട്ട് നിർമ്മിച്ച തടയണകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി. നബാർഡ് ഫണ്ട് ഉപയോഗിച്ചാണ് ചെറുകിട ജലസേചന വകുപ്പ് ബണ്ടുകൾ സ്ഥാപിച്ചത്. കന്നിമലയാറ്റിലെ വെള്ളം തടഞ്ഞു നിർത്തി ടാങ്കിൽ സംഭരിച്ച് വിതരണം ചെയ്യാനുള്ളതായിരുന്നു പദ്ധതി. ഇത് പഞ്ചായത്തിന് കൈമാറുമെന്നും ടാങ്കും പൈപ്പുകളും സ്ഥാപിച്ച് പഞ്ചായത്ത് ജലവിതരണം നടത്തണമെന്നുമായിരുന്നു ധാരണ. എന്നാൽ പദ്ധതി പ്രായോഗികമല്ലെന്നും വൻ പണച്ചെലവ് വരുമെന്നും ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് പിന്മാറി. ഇതോടെയാണ് 1.5 വർഷമായി ഈ തടയണകൾ ഉപയോഗശൂന്യമായി കിടക്കുന്നത്. പദ്ധതി പ്രായോഗികമാണോ എന്ന് മതിയായ പഠനം നടത്താതെ തടയണകൾ സ്ഥാപിച്ചത് തിരിച്ചടിയായെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 മൂന്നാർ. സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5285, പവന് 46,280. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4800, പവന് 38,400. വെള്ളി ഗ്രാമിന് 77, കിലോയ്ക്ക് 77,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു നാട്ടുവർത്തമാനം. നമസ്കാരം. ഈ പരിപാടി തുറന്നു